കേരളത്തിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള കേരള തമിഴ്നാട് ബോർഡറിലുള്ള വനപ്പാതയിലൂടെയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. കിലോമീറ്ററുകളോളം നീണ്ടു നിൽക്കുന്ന കൊടുങ്കാടും ഏത് നിമിഷവും മുന്നിലെത്താവുന്ന കാട്ടാനകളും കാട്ടുപോത്തും കരിമ്പുലികളും ഉള്ളൊരു കാട്. അച്ചൻകോവിലാറും കാടിന്റെ നടുവിലുള്ള ധർമ്മശാസ്ത്ര ക്ഷേത്രവും പാമ്പിന്റെ കടിയേറ്റ ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ച് ഭേദം വന്ന ആൾക്കാരുള്ള ഒരു അച്ചൻകോവിൽ. ആ വഴി മേക്കരൈ പാടങ്ങളും ഡാമും അവസാനം തെങ്കാശി ഫേമസ് ആയിട്ടുള്ള ബോർഡർ ചിക്കനും കഴിച്ചുള്ള യാത്രയാണ് ഇന്നത്തേത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അച്ചൻകോവിൽ തെങ്കാശി യാത്രയിലേക്ക് സ്വാഗതം. ഗേസ്, അങ്ങനെ നമ്മൾ കോന്നി എലേരിക്കൽ വഴി അച്ചൻകോവിൽ റൂട്ട് കയറി കേട്ടോ. ഞങ്ങൾ ഇന്ന് പോകുന്നത് 3 ബൈക്കിലായിട്ടാണ്. രാവിലെ അച്ചൻകോവിൽ പിടിക്കാമെന്ന് വിചാരിച്ച്, അതുകൊണ്ട് ഒരു 7 മണിയൊക്കെ ആയപ്പോഴേ ഞങ്ങൾ റൈഡ് സ്റ്റാർട്ട് ചെയ്ത്. ഇനി അങ്ങോട്ട് പോയ ചായക്കട ഒന്നും കാണാൻ സാധ്യതയില്ല. സോ നമുക്ക് ഇവിടുന്ന് എവിടുന്നേലും നമുക്ക് ചായ കുടിച്ചിട്ട് പോവാം. ഇവിടുന്ന് ഒരു ചെറിയ ചായയൊക്കെ കുടിച്ച് വീണ്ടും നമ്മൾ റൈഡ് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഇനി നേരെ അച്ചൻകോവിലാട്ടോ. അങ്ങനെ ഞാവനാൽ ചെക്ക് പോസ്റ്റ് എത്തി. ഇവിടുന്ന് നേരെ കേട്ടോ കോക്കാത്തോടും അച്ചൻകോവിലൊക്കെ. ഇവിടെ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി കൊടുത്തിട്ടേ നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റത്തുള്ളൂ. ഗെയ്സ്, അങ്ങനെ നമ്മൾ കാട്ടിലോട്ട് കയറിയേക്കാണ്. ഇനി അങ്ങോട്ട് വീടും കാര്യങ്ങളൊന്നുമില്ല. കല്ലേലി പാലം വരെ നല്ല റോഡാണ്. അത് കഴിഞ്ഞ് കുറച്ച് ഓഫ് റോഡാട്ടോ. അലിമുക്ക് വഴി നമുക്ക് അച്ചൻകോവിൽ പോകാൻ കേട്ടോ. പിന്നെ കുറച്ച് കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് പോകുന്നവർക്ക് ഈ റൂട്ട് തന്നെയാണ് നല്ലത്. പിന്നെ അത്രയ്ക്ക് ഡേഞ്ചറസും കൂടെയാണ്. ഞാൻ ആരെയും നിർബന്ധിക്കില്ല, നിങ്ങളുടെ റിസ്കിൽ തന്നെ പോയിട്ട് വരാൻ നോക്കുക. ഏകദേശം 40 കിലോമീറ്ററോളം നീളുന്ന ഈ വഴി പശ്ചിമഘട്ടത്തിലെ ഹൃദയഭാഗത്തു കൂടിയാണ് കടന്നു പോകുന്നത്. ഇവിടെ നിന്ന് കാടിനുള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ ചുറ്റുമുള്ള കാഴ്ചകൾ ഫുള്ള് മാറി കേട്ടോ. ഞങ്ങളവിടെ ചെക്ക് പോസ്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒരു കാറുകാർ തിരിച്ചു വന്ന് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കുറച്ച് കയറിയപ്പോൾ തന്നെ അവർക്ക് പേടിയായി. സോ അവർ അലിമുക്ക് വഴി അച്ചൻകോവിൽ പോകുമെന്ന് വിചാരിച്ചെന്ന്. അപ്പോൾ നിങ്ങൾ ഓർത്തോണം, മൃഗങ്ങളൊന്നും കണ്ടില്ലെങ്കിലും കാട് നമ്മളെ പേടിപ്പിക്കണം ഉറപ്പാണ്. കുറച്ച് കയറുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. നമുക്ക് ഈ റൂട്ടിൽ പോകുമ്പോൾ നമുക്ക് ക്ഷേത്രങ്ങളൊക്കെ കാണാൻ സാധിക്കും കേട്ടോ. ഇതാട്ടോ ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻ കാവ്. ഈ ഇടത്തെ സൈഡിലൂടെ ഒരു ആറ് ഒഴുകുന്നുണ്ട്, അതാണ് അച്ചൻകോവിലാർ. ഞാൻ നിങ്ങളെ നല്ലപോലെ കാണിച്ചു തരാം. ഇപ്പോൾ എന്തായാലും കുറച്ച് വെള്ളം കുറവായിരിക്കും കേട്ടോ. ഈ വഴി പ്രൈവറ്റ് ബസ്സും KSRTC ബസ്സൊക്കെ പോകുന്നതാകാം. ഇവിടുന്ന് നേരെയാണ് അച്ചൻകോവിൽ, ഇടത്തോട്ട് കോക്കത്തോടാണ്. ഈ ഇടത് കാണുന്നതാണ് കല്ലേലി പാലം. നമുക്ക് ജസ്റ്റ് ആ പാലം വരെ പോയിട്ട് വരാം. ഇനി അങ്ങോട്ടാട്ടോ പേടിപ്പിക്കുന്ന കാട്. കാട്ടാനകളും കരിമ്പുലികളും കാട്ടുപോത്തും അങ്ങനെ കുറേ അധികം ആനിമൽസ് ഉള്ള കാടാണിത്. സോ സൂക്ഷിച്ചു പോയില്ലെങ്കിൽ പണി കിട്ടും. പിന്നെ റോഡ് അത്യാവശ്യം മോശമാണ് കേട്ടോ. പിന്നെ ചെറുതായിട്ടൊന്ന് മഴ പെയ്തിരിക്കുന്നതുകൊണ്ട് കുറച്ചുകൂടെ മോശമായിട്ടുണ്ട്. കാറിലൊക്കെ വരുന്നവരാണെങ്കിൽ കുറച്ച് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടിയായിട്ട് വരുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പിന്നെ ഈ വഴിയിലൂടെ പോകുമ്പോൾ കുറച്ച് സ്പീഡൊക്കെ കുറച്ച് പോകാൻ നോക്കുക കേട്ടോ. കാരണം ഏത് നിമിഷം മൃഗങ്ങൾ ഫ്രണ്ടിൽ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുമല്ല, ഈ ഹോണൊക്കെ ഒന്ന് അടിച്ച് പോകുന്നത് ഒഴിവാക്കാൻ നോക്കുക കേട്ടോ. കാട്ടിനുള്ളിൽ കയറിയ പിന്നെ മൊബൈൽ നെറ്റ്വർക്കൊന്നും കിട്ടത്തില്ല കേട്ടോ. അതുകൊണ്ട് ഈ യാത്രയിൽ നിങ്ങളോടൊപ്പം ഉണ്ടാകുന്നത് പ്രകൃതിയുടെ ശബ്ദങ്ങൾ മാത്രമാണ്. അതാണ് ഈ റൂട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ വഴി ഒറ്റയ്ക്കൊക്കെ വന്നാൽ നല്ല സീനാണ് കേട്ടോ. കാരണം പേടിക്കുകയും ചെയ്യും. അതല്ല, വണ്ടിക്ക് എന്തെങ്കിലും പണി കിട്ടിയാലേ പെട്ടു പോകും. ഈ വഴി അത്രയ്ക്ക് ആൾക്കാർ പോകത്തില്ല. പിണ്ടമൊക്കെ ഇപ്പോഴേ കാണാൻ തുടങ്ങി. വാവ്, കിടിലം വഴി.
ഇങ്ങനെ കിടക്കുക റോഡ് ഫുള്ള് തല്ലിപ്പൊളി റോഡ് തന്നെ. കുറേയധികം വെറൈറ്റി ബേഡ്സ് ഉള്ള ഒരു കാടും കൂടെ ആട്ടോ ഇവിടെ. ആകെ ഈ ഒരു വീടേ ഉള്ളൂ ഈ കാട്ടിൻ്റെ ഇടയ്ക്ക്. ഗൈസ്, ഈ വഴി വന്നപ്പോൾ ഇവിടെ എന്തോ ഒരു മൃഗത്തിൻ്റെ പ്രസൻസ് തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ ദാണ്ട് ഈ ഇലയൊക്കെ ദാണ്ട് ഈ റോഡിൽ കിടക്കുന്നുണ്ടോ, എന്തോ മൃഗം ഇവിടെ വന്നിട്ട് പോയിട്ടുണ്ട്, അത് ഉറപ്പാണ്. എനിക്ക് തോന്നുന്നത് ആനയാവാനാ ചാൻസ്. ഇവിടെ നോക്കിയിട്ടൊന്നും കാണുന്നില്ല. ഇതാ ഇവിടെ കാടൊക്കെ ഇളക്കി മറിച്ചിട്ടേക്കുന്നു. ആന പോയിട്ടുണ്ട് ഈ സമയത്തെങ്ങാണ്ട്. ഫ്രഷ് ആനപ്പിണ്ടൊക്കെ സൂക്ഷിച്ചു പോണം. എണീറ്റ് നോക്കിയടാ, അങ്ങോട്ട് നോക്കിയേ. കണ്ട് കണ്ട് നല്ല മഴയുള്ള സമയത്ത്, കുറച്ച് ഇരുണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളിവിടെ വന്ന് എന്തായാലും കുറച്ചെങ്കിലും പേടിക്കും. ഇപ്പം തന്നെ നോക്ക്, കുറേ ആനിമൽ മീൻസ് ആന പോയ സ്പോട്ട് കിട്ടി. കുറേ ഫ്രഷ് ആനപ്പിണ്ടവും ആന പോയ വഴികളും എല്ലാം കണ്ട്. എനിക്കൊന്ന് കുറച്ച് മുമ്പ് കണ്ട് പോയതാ. മയിലുണ്ടോടാ? ഗേസ്, ഈ വഴി നല്ല മോശമാണ് കേട്ടോ. മഴക്കാലത്താണ് ആരെങ്കിലും വരുന്നതെങ്കിൽ പെട്ടുപോകും. കുറച്ച് അധികം മോശമായിട്ട് കിടക്കുന്ന റോഡാണ് കേട്ടോ. ഇവിടെ കുറച്ച് കട്ടിങ് ഉണ്ട് കേട്ടോ. നല്ല ഓഫ് റോഡ് ഇവിടെ. അത്യാവശ്യം നല്ല റോഡ് ക്ലിയറൻസ് ഉള്ള വണ്ടി വന്നാലേ ഇവിടെ ഇറങ്ങിപ്പോത്തുള്ളൂ. ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇവിടെ കുറച്ച് ആൾക്കാരെ നിൽക്കുന്നത് കണ്ടു കേട്ടോ. അതുകൊണ്ട് ഇവിടോട്ടൊന്ന് ഇറങ്ങി. ഇങ്ങോട്ട് വരുന്ന വഴി ഞാൻ കാണിച്ചു തരുന്നില്ല, കാരണം ഇവിടെയൊക്കെ ഇറങ്ങിയാൽ ശരിയാകത്തില്ല. അതാ. എന്നാലും വഴി ജസ്റ്റ് ഒരു ക്ലൂ പറഞ്ഞു തരാം. അലിമുക്കിലോട്ട് കയറുന്നൊരു വഴിയുണ്ട്. ആ വഴിക്ക് കയറുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് ഈ ഒരു വഴി. ആൾക്കാർ നിൽക്കുന്നതുകൊണ്ട് മാത്രം കേട്ടോ ഇവിടെ ഇറങ്ങി, അല്ലെങ്കിൽ ഇറങ്ങത്ത് പോലും ഇല്ല. ഇവിടുന്ന് വലത്തോട്ടാട്ടോ അലിമുക്ക് പോകുന്ന വഴി. ഇവിടുന്ന് ഇടത്തോട്ട് പോകുന്നതാണ് അച്ചൻകോല് പോകുന്ന വഴി. ഇവിടം വരെ ഉള്ളൂ ആ കാടിൻ്റെ ഗാംഭീര്യമൊക്കെ. ഇത് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. ജസ്റ്റ് നേരെ അച്ചൻകോല് പോകുന്ന വഴി നിങ്ങൾക്ക് ചിലപ്പോൾ പന്നികളൊക്കെ ചിലപ്പോൾ കാണാൻ പറ്റും, അതൊക്കെ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. ഈ വഴി നേരെ പോയാൽ അച്ചൻകോവിൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം കാണാൻ പറ്റും. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 5 ശാസ്താ ക്ഷേത്രങ്ങളിൽ ഒന്നായ ഈ ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെന്നാണ് വിശ്വാസം. ഇവിടെ പാമ്പ് കടിയേറ്റ് ആരെങ്കിലും വന്നാൽ ഇവിടുത്തെ പ്രസാദം സ്വീകരിച്ച് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ അത് ഭേദമാകുമെന്നാണ് ഇവരുടെ വിശ്വാസം. അത് വെറും ഒരു വിശ്വാസം മാത്രമല്ല, അതിവിടെ നടന്നിട്ടുള്ളതും കൂടെയാണ്.
സീസണൊക്കെ ആയി ഇവിടെ നല്ല തിരക്കാട്ടോ, പ്രത്യേകിച്ച് തമിഴരാണ് ഇവിടെ കൂടുതലും വരുന്നത്. ഇത് നല്ലൊരു വെള്ളച്ചാട്ടം കേട്ടോ, ഈ കുമ്പൂരട്ടി വാട്ടർഫാൾസ്. പക്ഷെ ഇപ്പോൾ അധികം വെള്ളമില്ല. എന്തായാലും മഴക്കാലത്തൊക്കെ നിങ്ങൾ വരുവാണെങ്കിൽ ഇത് നല്ലൊരു കാഴ്ച നിങ്ങൾക്ക് തരും. അങ്ങനെ കേസ് നമ്മൾ കേരള തമിഴ്നാട് ചെക്ക് പോസ്റ്റ് എത്തി കേട്ടോ. ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് തമിഴ്നാടാണ്. അങ്ങോട്ട് പോയാൽ നല്ല കിടിലം കാഴ്ചകൾക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഗായ്സ്, ഈ വ്യൂ നോക്കിക്കേ, എന്നെ കിടിലമാണ്. ഈ തമിഴ്നാടാട്ടോ ഇത്. തമിഴ്നാട്ടിലെ പാടങ്ങളും വിൻഡുവിലൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. നേരെ വരുമ്പോൾ ഇടത്തോട്ടൊരു വഴിയുണ്ട്. ആ വഴിയാണ് മേക്കരി പാടങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ ഞങ്ങൾക്ക് വന്ന സമയം കുറച്ച് ശരിയല്ല എന്ന് തോന്നുന്നു. ഇതാ നോക്ക്, ഇത് ഫുള്ള് നല്ല പച്ചപ്പ് നിറഞ്ഞൊരു സ്ഥലമായിരുന്നു. ഫുള്ള് പാടങ്ങളായിരുന്നു. നല്ല കാറ്റിപ്പോൾ ഉണ്ട്, പക്ഷെ പാടമില്ല ഇപ്പോൾ. എന്തായാലും ആ വ്യൂ നിങ്ങൾക്ക് മിസ്സായി. ഫുള്ള് പച്ചപ്പ് നിറഞ്ഞ പാടങ്ങളായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു ഇവിടെ നിന്ന് കാണാൻ. ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല സ്ഥലമാണ്. ആ ഫ്രണ്ടിൽ കാണുന്ന മല, ആ വ്യൂ വെച്ചിട്ടൊരു ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല കിടിലൻ സ്ഥലമാണ്. എന്തായാലും കുറച്ചാൾ കഴിയുമ്പോൾ എന്തായാലും പഴയ പോലെ ആവും, അതുറപ്പാണ്. ഇതൊരു ഗ്രാമപ്രദേശമാണ്. അതിൻ്റെ എല്ലാം ഇവിടെ നമുക്ക് കാണാൻ പറ്റും. പശുക്കളായാലും പാടങ്ങൾ. ഈ വഴി നേരെ വന്നാൽ നമുക്ക് ഇവിടുത്തെ ഡാം കാണാൻ പറ്റും കേട്ടോ. പക്ഷെ ഡാമും തുറന്നിട്ടില്ല, അതിനും ഭാഗ്യമില്ല. പിന്നെ ഞങ്ങൾ പോകുന്നത് നേരെ ഈ വഴി തന്നെ നേരെ പോയി തെങ്കാശ കയറി അവിടുന്ന് ഫുഡ് കഴിക്കാനാണ് പ്ലാൻ. നല്ല കാറ്റാണ് കേട്ടോ. ഗേസ്, അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. റഹ്മത്ത് ഹോട്ടൽ ഫേമസ് ബോർഡർ ചിക്കൻ. ചിലവർക്ക് ഇത് ഇഷ്ടമാണ്, ചിലവർക്ക് ഇഷ്ടമല്ല. എന്തായാലും ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഗേസ്, അങ്ങനെ അവിടുന്ന് ഫുഡ് കഴിച്ച് കുഴപ്പമില്ല. എന്തോ കുരുമുളകിൻ്റെ ഫ്ലേവറാണ് കൂടുതൽ. പിന്നെ അവിടുത്തെ കലക്കി കൊള്ളാം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെ ജിഗർദണ്ഡ കുടിക്കാൻ വന്നു. അത് കൊള്ളാം കേട്ടോ, കിടിലൻ സാധനം. അങ്ങനെ ഇന്നത്തെ അച്ചൻകോവിൽ തെങ്കാശി യാത്ര ഇവിടെ അവസാനിക്കുകയാണ് ഗേസ്. തമിഴ്നാടിനോട് വിട പറഞ്ഞ് ഞങ്ങൾ പോവുകയാണ്. അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ സന്ധ്യയ്ക്കും വരേക്കും വണക്കം.